വായിച്ചാൽ ശരിക്കും വായിച്ചു തീർക്കാൻ പറ്റാത്തതുപോലെയായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ ക്രിസ്ത്യാനികൾ പീഡ സഹിച്ചതിന്റെ ചരിത്രം. അതായത് പച്ചയ്ക്ക് ചുട്ടെടുത്തു. ഉദാഹരണം, വിശുദ്ധ ലോറൻസ്. ആദ്യ നൂറ്റാണ്ടിൽ ഒരു ചക്രവർത്തി സഭയുടെ സമ്പത്ത് കണ്ടുകെട്ടാൻ വേണ്ടി ലോറൻസിനോട് സഭയുടെ സമ്പത്ത് കൊണ്ടുപോടാന്ന് പറഞ്ഞു. സഭയുടെ സമ്പത്ത് കൊണ്ടുപോടാന്ന് പറഞ്ഞു. അന്നത്തെ മാർപ്പാപ്പയെ നാട് കടത്തി, സ്പെയിനിലേക്ക് നാട് കടത്തി. വിശുദ്ധ ലോറൻസ് എന്ന റോമിലുണ്ട്, ഡീക്കനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, മര്യാദയ്ക്ക് സഭയുടെ സമ്പത്ത് കൊണ്ടുപോടാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈകുന്നേരം റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരമുറ്റത്ത് അന്ധർ, ബധിരർ, മുടന്തർ, തളർവാദ രോഗികൾ, അംഗവൈകല്യമുള്ളവർ, കുഷ്ഠരോഗികൾ, പാവപ്പെട്ടവർ, അനാഥർ, അഗതികൾ, ആയിരക്കണക്കിന് ആളുകളെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തി നിർത്തിയിട്ട് ലോറൻസ് പറഞ്ഞു, കണ്ടോ ചക്രവർത്തി, കണ്ണു തുറന്ന് കണ്ടോളാൻ പറഞ്ഞു. ദാ സഭയുടെ സമ്പത്ത് മുറ്റത്ത് നിപ്പുണ്ടെന്ന് പറഞ്ഞു. വെറുതെ വിടുവോ? പിടിച്ചു. വലിയ ചട്ടി അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിനകത്ത് പിടിച്ചിട്ടു. വലിയ ദോശക്കല്ല് പോലെ വലിയൊരു പാത്രം വെച്ചിട്ട് അത് ചൂടാക്കി പഴിപ്പിച്ചിട്ട് ചുട്ടു. മുഖം കുത്തി കിടക്കുകയാണ്. മുഖം കുത്തി കിടന്ന് പൊള്ളലേൽക്കുകയാണ്. ആയാസപ്പെട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, പകുതി വെന്ത് സാറേ, ഇനി തിരിച്ചിട്ടോ, ബാക്കിയുടെ വേവട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കാൻ വിശുദ്ധ ലോറൻസിനെ പോലെ ചെറുപ്പക്കാരന് പറ്റിയത് ഈ അഗ്നിയാളി കത്തുന്ന ആ അഗ്നികുണ്ഡത്തിന് മീതെ വലിയൊരു പാത്രം വെച്ചിട്ട് ഇവനെ പച്ചക്കിട്ട് ചുടുമ്പോ ആ തീക്കൂട്ടത്തിന് അടുത്തിരുന്ന് സഭാഷ പറഞ്ഞുകൊണ്ട് ഒരു ദൈവം അവനോട് പറഞ്ഞു, ശക്തമായിട്ട് സഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു അവന്റെ അടുത്ത് നിന്നത് കൊണ്ടാണ്